നന്മ 24ലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാക്കനാട് പൂരം എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന കാക്കനാട് പാട്ടുപുരക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ ഈ പ്രാവശ്യത്തെ താലപ്പൊലി മഹോത്സവത്തിന് ഈ ഞായറാഴ്ച തുടക്കം. മാർച്ച് 30, 31, ഏപ്രിൽ 1, 2, 3 തീയതികളിലായിട്ടാണ് മഹോത്സവം നടക്കുന്നത്. ഈ പ്രാവശ്യം ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രാവശ്യം ആ പാട്ടുപുരക്കൽ അമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാനുള്ള അവസരം ഈ ഉത്സവത്തോടനുബന്ധിച്ച് തന്നെ ഉണ്ട്. അത് മാർച്ച് 30-ാം തീയതി രാവിലെയാണ് പൊങ്കാല അർപ്പിക്കുന്നത്. അങ്ങനെ വിവിധ പരിപാടികളോടെയാണ് ഈ പ്രാവശ്യത്തെ മഹോത്സവം. നമസ്തേ, ഞാൻ ത്രിവിക്രമൻ നമ്പൂതിരി, പാട്ടൂരക്കാവ് മേശാന്തി. ഈ വർഷത്തെ ഉത്സവാദികൾ 30-ാം തീയതി കാലത്ത് ഗണപതി ഹോമത്തോടുകൂടി തുടങ്ങി. രാവിലെ ഗണപതി ഹോമവും കളഭാഭിഷേകവും ഒക്കെയാണ് നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അഷ്ടമംഗല പ്രശ്ന വിധിപ്രകാരം ഉത്സവത്തിൻ്റെ ഭാഗമായി തന്നെ പൊങ്കാല നിവേദ്യാദികൾ സമർപ്പിക്കണമെന്നാണ് വിധിയിൽ തെളിഞ്ഞിരിക്കുന്നത്. അഷ്ടമംഗല പ്രശ്നത്തിൽ ഈ പൊങ്കാല നിവേദ്യം ക്ഷേത്രത്തിന് ഐശ്വര്യവും അഭിവൃദ്ധി ഉണ്ടാക്കുന്നതാണ്. ഒരുപാട് ഭക്തജനങ്ങൾ വന്ന് പൊങ്കാലയിടുന്നത് വളരെ 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 അഭിവൃദ്ധിയാണ്. അമ്മേ നാരായണ, ദേവി നാരായണ. ഞാൻ കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡന്റ് വിനീസ് ചിറക്കപ്പടി. നമ്മുടെ കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിൻ്റെ താലപ്പൊലി മഹോത്സവം ഈ മാർച്ച് 30, 31, ഏപ്രിൽ 1, 2, 3 തീയതികളിൽ നടക്കുകയാണ്. കാക്കനാട്ടിലെ പാട്ടുപുര നിവാസികളെല്ലാം, അതായത് കാക്കനാട് പ്രദേശത്തെ എല്ലാ ആളുകളും വളരെ പ്രതീക്ഷയോടുകൂടി ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ഉത്സവമാണ് കാക്കനാട് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രത്തിലെ താലപ്പൊലി മഹോത്സവം. ഒരുപാട് ആളുകൾ എല്ലാവരും ഒത്തുചേരുന്ന, ഒരുമിച്ച് നിൽക്കുന്ന ഒരു തിരുവുത്സവം വളരെ ഗംഭീരമായി ആഘോഷിക്കുവാൻ വേണ്ടി ആളുകളെല്ലാം തയ്യാറായി നിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഉത്സവത്തിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ഉത്സവത്തെ അപേക്ഷിച്ച് ഈ പ്രാവശ്യം കഴിഞ്ഞ അഷ്ടമംഗല പ്രശ്നത്തിൽ പൊങ്കാല തുടക്കത്തിൽ തന്നെ പൊങ്കാല ആരംഭിക്കണമെന്ന് പറഞ്ഞിരുന്ന പ്രകാരം അതിനുള്ള സംവിധാനങ്ങൾ, അതിനുള്ള തയ്യാറെടുപ്പുകളുമായി നമ്മുടെ എല്ലാ ഭക്തജനങ്ങളും കമ്മിറ്റിയും ഒത്ത് ചേർന്ന് അതിനെ വലിയൊരു വിജയമാക്കി മാറ്റുവാനായിട്ട് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പൊങ്കാല രാവിലെ 9:15 തന്നെ ആരംഭിക്കുന്നു. ക്ഷേത്ര കലകളായിട്ടുള്ള മുടിയേറ്റ്, തെയ്യം, അതുപോലെ തന്നെ വില്ലടിച്ചാമ്പാട്ട് തുടങ്ങിയ ക്ഷേത്രകലകളും നമ്മുടെ പ്രദേശവാസികളായ ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് അവർക്ക് കൂടുതൽ സമയം നൽകിക്കൊണ്ട്, അതായത് അവരുടെ തിരുവാതിരകളി, കൈകൊട്ടിക്കളി, അതുപോലെ കുട്ടികൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് അവരുടെ പാട്ട്, അതുപോലെ തന്നെ ചെണ്ടമേളം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങളാണ് നമ്മളിവിടെ ക്ഷേത്ര ഉപദേശക സമിതി ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ ഉത്സവത്തിന് വളരെ വലിയ പ്രത്യേകതകളാണ് ഇത്തവണയുള്ളത്. പതിറ്റാണ്ടുകൾക്ക് ശേഷം ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടന്നു. അതിൻ്റെ വിധിപ്രകാരം ഉള്ള പരിഹാരക്രിയകളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഉത്സവത്തിലും അതുമായി കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പാട്ടുപുരക്കയിലെ അമ്പലത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം. കാക്കനാട്, എറണാകുളം ജില്ലയുടെ സ്ഥിരാകേന്ദ്രമായ കാക്കനാട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും വലിയ ക്ഷേത്രമാണ് പാട്ടുപുരക്കാവ് ദേവീക്ഷേത്രം. കാക്കനാടിൻ്റെ പ്രത്യേകത പറഞ്ഞതുപോലെ തന്നെ 14 ജില്ലയിലെ ആളുകൾ തിങ്ങി താമസിക്കുന്ന കാക്കനാട് പഴയ പാട്ടുപുരയല്ല ഇന്ന് കാക്കനാട്. അപ്പോൾ അതിൻ്റേതായ പ്രത്യേകതകളും തിരക്കും ഉത്സവത്തിനുണ്ട്. ഉത്സവത്തിൻ്റെ 1-ാം ദിനം മുതൽ ഉത്സവത്തിൻ്റെ 5-ാം ദിനം വരെ മുൻ വർഷങ്ങളിലെ പോലെ തന്നെ ക്ഷേത്രത്തിലെ പൂജാവിധികളും അതിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് തന്നെയാണ് കമ്മിറ്റി പ്രവർത്തിച്ചു പോകുന്നത്. അതുപോലെ തന്നെ നാടകം മുതൽ മുടിയേറ്റ് മുതൽ ക്ഷേത്രാചാരമായ തെയ്യം ഉൾപ്പെടെ ഗാനമേള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് ഉത്സവത്തിന്. ഈ ഉത്സവത്തിൻ്റെ വേറൊരു പ്രത്യേകത, അഷ്ടമംഗല പ്രശ്നത്തിൻ്റെ ദൈവീഹിതം പോലെ മുൻപ് ക്ഷേത്രത്തിൽ പകൽപൂരം നടത്തിക്കൊണ്ടിരുന്ന വന്നുകൊണ്ടിരുന്ന NGO ക്വാർട്ടേഴ്സിലുള്ള കുഴിക്കാട്ട് കാവിൽ നിന്നാണ് ഇത്തവണ പകൽപൂരം ആരംഭിക്കുന്നതാണ് ഈ ഉത്സവത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. രേവതി നാളിൽ ഉത്സവം തുടങ്ങി രോഹിണി നാളിൽ അവസാനിക്കുന്നതാണ്. നിത്യവും കളഭ അഭിഷേകമുണ്ട്. 4 ദിവസം കളഭാഭിഷേകവും, ഒരു ദിവസം നവകം പഞ്ചഗവ്യം. അതാണ് കളഭാഭിഷേകം എന്നൊക്കെ പറഞ്ഞാൽ പുഷ്ടിയാണ്. കളഭം പറഞ്ഞ 6 കൂട്ടാണ് ഇതിന് അഭിഷേകം ചെയ്യുന്നത്. കളഭം, പച്ചക്കർപ്പൂരം, ഗോരോചനം, കുങ്കുമപ്പൂവ്, കണ്ടിവണ്ണ, വെരുകപ്പൂ, അങ്ങനെ 6 ദ്രവ്യങ്ങളാണ്. കളഭം അടക്കം 6 ദ്രവ്യങ്ങളാണ്. ഇതെല്ലാം കൂടി കൂട്ടി കളഭം ഉണ്ടാക്കി
കളഭം അഷ്ടദള പത്മൂട്ട് അതിൽ തന്ത്രി പൂജ കഴിച്ച് ആ കളഭാണ് അത് ത്രികാല ദശകല ഇങ്ങനെയുള്ള കലകളായിട്ടാണ് പൂജിക്കുന്നത്. ഈ കലകളായിട്ട് പൂജിച്ച് ആ കളഭാണ് ദേവിക്ക് ആടുന്നത്. അപ്പോൾ അത് ഈ കളഭാടുന്നത് തന്നെ വളരെ വിശേഷമാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പാണ് കളഭത്തിൻ്റെ ഉദ്ദേശം. ത്വക്ക് രോഗാദികളും മനസ്സിനെപ്പോഴും കുളിർമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാനും ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും ധനപുഷ്ടിക്കും എല്ലാറ്റിനും കളഭാഭിഷേകം വളരെ വളരെ വിശേഷപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ നമ്മുടെ ഉത്സവം വളരെ ഭംഗിയാക്കി തരണമെന്ന് മേശാന്തി എന്ന നിലയിൽ പറയുന്നു. ഈ വർഷത്തെ ഉത്സവം വളരെ ഗംഭീരമായിട്ട് നടത്താൻ തന്നെയാണ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അതിനായിട്ട് നമ്മളിവിടെ പൊതുയോഗമൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായമൊക്കെ ആരാഞ്ഞ് അവരുടെ എല്ലാ ഇംഗിതത്തോടനുസരിച്ച് നല്ല ഭംഗിയായിട്ട് ഉത്സവം കൊണ്ടാടാൻ തീരുമാനിച്ചു. പ്രത്യേകത ഈ പ്രാവശ്യത്തെ ഉത്സവത്തിനുള്ളത്, നമ്മൾ അഷ്ടമംഗല പ്രശ്നം കഴിഞ്ഞ മാസം 3-4 തീയതികളിൽ നടത്തുകയുണ്ടായി. അതിൽ നമ്മുടെ പ്രകടന്മാരായ പണ്ഡിതന്മാർ, കാണിപ്പയ്യൂർ തുടങ്ങിയ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ അഷ്ടമംഗലം നടത്തിയതിൽ തെളിഞ്ഞു വന്ന കാര്യങ്ങൾ, അമ്പലത്തിൽ കുറേ ദൂഷ്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ട് ഈ അഷ്ടമംഗലം നടത്താനായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ അത് തെളിഞ്ഞു വന്ന കാര്യങ്ങൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ നടക്കുന്ന ഈ അമ്പലത്തിൽ ഭക്തജന്മാർ വരുമ്പോൾ അവർക്ക് അതിൻ്റേതായ ഒരു പ്രയോജനം കിട്ടണുണ്ടോ എന്ന് അവരുടെ ഇടയിൽ തന്നെ ചർച്ചകൾ ഒക്കെ വന്നപ്പോഴാണ് ഞങ്ങളതിന് വളരെ ആവേശപരമായിട്ട് അതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ അതിൽ ഉരുത്തിരിഞ്ഞ് വന്ന ഒരു മെയിൻ കാര്യം, ഇവിടെ പൊങ്കാല ഇട്ടുകൊണ്ടിരുന്ന വെച്ച് കഴിഞ്ഞ ഈ ഉത്സവത്തിൻ്റെ വേറെ ഡേറ്റുകളിലാണ്. അപ്പോൾ അതിൽ തിരിഞ്ഞത് അമ്മയുടെ ഭാഗത്ത് നിന്ന് വന്ന കാര്യം, ഉത്സവത്തിൻ്റെ ആദ്യത്തെ ദിവസം ഈ രേവതി നാളിൽ തുടങ്ങാനും അത് അമ്മയ്ക്ക് ഇഷ്ടമാണെന്നും പൊങ്കാല ഭക്ഷണമാണ് അമ്മ കഴിക്കാൻ താല്പര്യമൊന്നും വളരെ തെളിഞ്ഞു വന്നിട്ടുള്ളതാണ്. അതിൻ്റെ പുറത്തിൽ നമ്മൾ ഉത്സവത്തിൻ്റെ ആദ്യ ദിവസം 9-15 പൊങ്കാല ആരംഭിക്കും. ഏകദേശം 1000-ഓളം ആൾക്കാർ ഇടും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനുള്ള ഒരുക്കങ്ങൾ ഞങ്ങൾ തയ്യാറായി കഴിഞ്ഞു. ഈ ഉത്സവം വളരെ അതിഗംഭീരമായി നടത്തുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മേ നാരായണ, ദേവി നാരായണ, സർവസിദ്ധിപ്രദായിനിയും അന്നപൂർണേശ്വരി ദേവിയുമായ പാട്ടുപുരക്കാൽ അമ്മയുടെ തിരുവുത്സവത്തോടനുബന്ധിച്ച് മാർച്ച് 30-ാം തീയതിയാണ്, രേവതി നാളിലാണ് ഈ പ്രാവശ്യം പൊങ്കാല ഉള്ളത്. അതിൽ പ്രത്യേകം പറയുവാനുള്ളത്, അമ്മയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വഴിപാടാണ് പൊങ്കാല. ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അമ്മയുടെ അനുഗ്രഹവും പ്രത്യേകിച്ച് എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ പറയാനുള്ളത്, കല്ലും ഇഷ്ടികയും ഇവിടെ കൊടുക്കുന്നതാണ്. അതിന് 2 കൗണ്ടർ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം വിറകുമുണ്ട്. പിന്നെ അത് കൂടാണ്ട് തന്നെ അതിൽ ചേർക്കാനുള്ള അരി, ശർക്കര, പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് അതിനകത്ത് പല ചേരുവകളും ചേർക്കാറുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കൊണ്ടുവരേണ്ടതാണ്. വെള്ളത്തിനുള്ള സൗകര്യം ഉണ്ട്, കുടിവെള്ളം, അതുപോലെ അതിനുള്ള ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഒരു 8 മണിയോട് കൂടിയെങ്കിലും നമ്മളിവിടെ വന്ന് പൊങ്കാല ഇടാനുള്ള തയ്യാറെടുപ്പ് വേണം. വെയിലാണ്, അപ്പോൾ ഇതിനോടൊക്കെ നമ്മളെല്ലാ കാര്യങ്ങളും നോക്കേണ്ടതുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് തുടങ്ങേണ്ടതാണ്. അത് കറക്റ്റ് സമയമെന്ന് വെച്ച് കഴിഞ്ഞാൽ 9:15 പൊങ്കാല തുടങ്ങുന്നത്. അപ്പോൾ അതിക്ക് മുമ്പ് തന്നെ വന്ന് എല്ലാവരും അതിനുള്ള തയ്യാറെടുപ്പ് എടുക്കേണ്ടതാണ്. അമ്മേ നാരായണ, ദേവി നാരായണ, പാട്ടുപുരക്കാവിലമ്മയുടെ ഉത്സവം, തിരുവുത്സവം മാർച്ച് 30 മുതൽ ഏപ്രിൽ 3 വരെ നടക്കുകയാണ്. ഉത്സവത്തോടനുബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ അന്നദാനം, മഹാദാനം ഇത്തവണയും വളരെ ഗംഭീരമായ രീതിയിലുള്ള പ്രസാദകൂട്ട് ഇവിടെ നടത്താൻ ഭക്തജനങ്ങളുടെയും ഉപദേശസമിതിയുടെയും നേതൃത്വത്തിലുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. രാവിലെ പ്രഭാത ഭക്ഷണം 8 മണിക്ക് ആരംഭിക്കുന്ന പ്രഭാത ഭക്ഷണത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് കഴിഞ്ഞ കാലങ്ങളിലും ഒക്കെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇവിടുത്തെ പ്രഭാത ഭക്ഷണം വളരെ പ്രസിദ്ധമാണ്. ഈ തൃക്കാക്കരയിൽ തന്നെ ഏറ്റവും പുരാതനമായൊരു ക്ഷേത്രമാണ് ഇവിടെ നടത്തുന്ന പ്രഭാത ഭക്ഷണത്തിന് വളരെയധികം ആൾക്കാർ രാവിലെ പങ്കെടുക്കുന്നു. അതുപോലെ ഉച്ചയ്ക്ക് നടത്തുന്ന പ്രസാദകൂട്ടിലാണെങ്കിലും ആയിരക്കണക്കിന് ആൾക്കാരാണ് പങ്കെടുക്കുന്നത്. എല്ലാ നാട്ടുകാരുടെയും ഭക്തജനങ്ങളുടെയും സകലവിധ സഹകരണത്തോടു കൂടി വളരെ ഗംഭീരമായിട്ട് നടത്തുന്ന ഈ പ്രസാദകൂട്ടിലും പ്രഭാത ഭക്ഷണം മുതലായ പരിപാടികളിലും അതോടൊപ്പം ഉത്സവാദി കാര്യങ്ങളിലും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് ഉത്സവാഘോഷ കമ്മിറ്റിക്ക് വേണ്ടിയും ഭക്തജനങ്ങൾക്ക് വേണ്ടിയും അഭ്യർത്ഥിക്കുന്നു, അപേക്ഷിക്കുന്നു. ത്തിനോടനുബന്ധിച്ചിട്ട് എന്നും
പ്രസാദൂട്ടുണ്ട്. ആ പ്രസാദൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രസാദൂട്ട് ദേവിയുടെ നിവേദ്യാദികൾ ആണ് പ്രസാദൂട്ടായി സങ്കല്പിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേൽശാന്തിയോ കീഴ്ശാന്തിയോ വന്ന് ആ പ്രസാദം പൂജിച്ച് ആ പ്രസാദമാണ് ഭക്തജനങ്ങൾക്കെല്ലാം കൊടുക്കുന്നത്. ഒരു ക്ഷേത്രത്തിലെ പ്രസാദൂട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ പ്രസാദൂട്ട് അന്നത്തിന് മുട്ടുവരാതിരിക്കുക എന്നുള്ളതാണ്. പ്രസാദൂട്ട് കഴിഞ്ഞ ശേഷം എന്നും ഒരു വർഷക്കാലം അന്നത്തിന് മുട്ടുണ്ടാവാതിരിക്കുക ദേവയുടെ പ്രസാദം കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയാണ് സങ്കല്പം. അപ്പോൾ എല്ലാവരും ഈ പ്രസാദൂട്ടിൽ പങ്കുചേർന്ന് ഇവിടെ നാനാ തുറകളിൽപ്പെട്ട എല്ലാ ജാതി വിഭാഗങ്ങളും അല്ലെങ്കിൽ മതക്കാരും എല്ലാവരും ഈ അന്നദാനത്തിൽ പങ്കുചേരാറുണ്ട്. ഒരു 5000-ന് മുകളിൽ 10,000-നുള്ളിൽ ഭക്തജനങ്ങൾ വന്ന് പങ്കുചേരുന്നതാണ് പറയുന്നത് അന്നദാനത്തിന് അല്ലെങ്കിൽ പ്രസാദൂട്ടിന്. ഈ പ്രസാദൂട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇലയിട്ട് വിളമ്പി അതിൽ എല്ലാ വിഭവങ്ങളും സമർപ്പിച്ചിട്ടുള്ളതാണ്. അതാദ്യം വിളക്ക് വെച്ച് ആ വിളക്കിൽ നിവേദ്യാദികൾ വിളമ്പി ആ വിളക്ക് പൂജിച്ച് എന്നിട്ടൊക്കെയാണ് പ്രസാദൂട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ ആ പ്രസാദൂട്ട് വന്ന് സേവിക്കുന്നത് വളരെ വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണ്. എല്ലാ ഭക്തജനങ്ങളും പ്രസാദൂട്ടിൽ പങ്കുചേർന്ന് ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കുക. പകൽപൂരം കഴിഞ്ഞ പ്രാവശ്യത്തിലും വ്യത്യസ്തമായി ഈ പ്രാവശ്യം തുടങ്ങുന്നത് ക്വാർട്ടേഴ്സിൽ നിന്നുള്ള കുഴിക്കാട്ട് ദേവീ ക്ഷേത്രത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. നന്ദിലത്തെ ഗോപാലകൃഷ്ണൻ്റെ ആണ് തിടമ്പേറ്റുവാനായിട്ട് എത്തിയിരിക്കുന്നത്. ഇവിടെ നമ്മുടെ കാക്കനാട് നിവാസികളായിട്ടുള്ള ആളുകളെല്ലാം തന്നെ അതിനുള്ള വലിയൊരു സന്തോഷത്തിലാണ് എന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ ഈ പ്രാവശ്യം എല്ലാ ആഘോഷങ്ങളുടെ എല്ലാ പരിപാടികളും വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഭക്തജനങ്ങളായിട്ടുള്ള നമ്മളോടൊപ്പം നിൽക്കുന്ന എല്ലാ ആളുകളും അതിന് എത്തിച്ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. 30-ാം തീയതി രാവിലെ 5 മണിക്ക് നമ്മുടെ പൊങ്കാലയുടെ കൗണ്ടർ തുറക്കുന്നതാണ്. ഭക്ഷണവും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് മെഡിക്കലായിട്ടുള്ള സജ്ജീകരണങ്ങൾ നമ്മുടെ സഹകരണ ഹോസ്പിറ്റലുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അമ്മേ നാരായണ ദേവി നാരായണ ഉത്സവം സംബന്ധിച്ചിട്ട് നമ്മുടെ പാട്ടുരിക്കമ്മയുടെ സ്റ്റേജ് പ്രോഗ്രാമിന് സംഭവം വളരെ വിപുലീകരമായ 5 ദിവസം തന്നെ വളരെ വിപുലീകരമായ പരിപാടിയാണ്. ഭക്തജനങ്ങളുടെ നമ്മുടെ നാട്ടുകാരുടെ തന്നെ നമ്മുടെ കൊച്ചു കുട്ടികൾ കലാകാരന്മാർ നമ്മുടെ പാട്ടുരിക്കമ്മയുടെ ഈ പ്രദേശത്തുള്ള വാസികളുടെ നല്ല അവരുടെ പ്രോഗ്രാം തന്നെ നമ്മൾ ഈ സ്റ്റേജിൽ നടക്കുന്നുണ്ട്. അതിന് പുറമെ നമ്മൾ ഒരുപാട് പരിപാടി പുറത്തുനിന്നുള്ള പ്രോഗ്രാമായ തെയ്യം, ഗാനമേള, വില്ലടിച്ചാമ്പാട്ട്, നാടൻപാട്ട്, മുടിയേറ്റ് എന്നീ കലകളും നമ്മളിവിടെ നടത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് അമ്മയുടെ മുന്നിൽ നമ്മുടെ നാട്ടുകാരുടെ പരിപാടിയും ഇത്രയും ജനങ്ങൾക്കിടയിൽ നമ്മുടെ പുറത്തെ പരിപാടിയും രണ്ടും യോജിപ്പിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിന് അമ്മയുടെ അനുഗ്രഹം വളരെ വലുതാണ്. ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ താലപ്പൊലിയാണ്. താലപ്പൊലി രാവിലെ 4-ാം തീയതി രാവിലെ താലപ്പൊലി ആരംഭിക്കുന്നു. ഒരുപാട് സ്ത്രീജനങ്ങൾ താലമേന്തിയ ഒരുപാട് സ്ത്രീജനങ്ങളുടെ അകമ്പടിയോടുകൂടിയാണ് താലപ്പൊലി മഹോത്സവം അവസാനിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട്. താലപ്പൊലി മഹോത്സവത്തിന് സ്ത്രീജനങ്ങളായിട്ടുള്ള ഒരു വീട്ടിൽ നിന്ന് ഒരു താലമെങ്കിലും എടുക്കുന്ന രീതിയിലേക്കായിരിക്കണം നമ്മുടെ സ്ത്രീകൾ അതിനകത്ത് പങ്കുചേരേണ്ടത് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ്. അതിനുശേഷം നമ്മുടെ വലിയ ഗുരുതി 10-ാം തീയതി ഏപ്രിൽ 10-ാം തീയതി 8 മണിക്ക് വലിയ ഗുരുതി നടക്കുന്നു. ആ വലിയ ഗുരുതിയോടുകൂടി തന്നെ നമ്മുടെ ഉത്സവത്തിൻ്റെ സമാപനം നടക്കുന്നു. പൊങ്കാല എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ഏറ്റവും കൂടുതൽ, അതായത് അവരുടെ കൈകൾ കൊണ്ട് പാകം ചെയ്ത് ദേവിക്ക് നേദിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ പൊങ്കാല നേദിക്കുന്നതോടൊപ്പം തന്നെ ഒരുപാട് ഐശ്വര്യങ്ങൾ അവരിലേക്ക് വന്നു ചേരുന്നു, അവരുടെ കുടുംബത്തിലേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട ഒന്ന്. അപ്പോൾ എല്ലാ സ്ത്രീജനങ്ങളും ഒരു 1000-കണക്കിന് സ്ത്രീജനങ്ങൾ പങ്കെടുക്കുന്ന രീതിയിലേക്ക് നമ്മുടെ പൊങ്കാലയെ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഏറ്റവും വലിയ ഒരു തീരുമാനങ്ങൾ. അപ്പോൾ അതിന് സ്ത്രീജനങ്ങളായിട്ടുള്ള എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ഈ ഉത്സവം ഗംഭീരമായിട്ട് ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഗംഭീരമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ സഹകരണങ്ങളും നമ്മുടെ എല്ലാ ആളുകളിൽ നിന്നും എല്ലാ ഭക്തരിൽ നിന്നും ഉണ്ടാകണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഉള്ള കമ്മിറ്റി ആയാലും നല്ലൊരു രീതിയിൽ എല്ലാറ്റിനെയും സഹകരിച്ച് നിൽക്കുന്നുണ്ട്. നമ്മളെന്ത് പറഞ്ഞാലും അതിനവർ ശരിയെന്നുള്ള ഒരു മനോഭാവത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതാകുമ്പോൾ നമ്മൾക്കും കൂടുതൽ ഇതിനോട് കൂടിയിട്ട് ചേർന്ന് നിൽക്കണമെന്ന് തോന്നുള്ളൂ. അപ്പോൾ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാവട്ടെ ദൈവയുടെ. എല്ലാവരെയും ഉത്സവത്തിലേക്ക് ക്ഷണിക്കുകയാണ് കമ്മിറ്റിയുടെ പേരിൽ. അതുപോലെ തന്നെ എല്ലാ സഹായ സഹകരണങ്ങളും അമ്പലത്തിലേക്ക് വേണമെന്നും കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.